അല്ല ഗൈസ്, ഇന്ന് എനിക്ക് ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ്. ഇന്ന് ഞാൻ വൈവേക്ക് പോവാണ്. ഞാൻ ഇന്ന് അതൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കോളേജിലെ ചില സംഭവങ്ങളൊക്കെ ഇന്ന് കാണിക്കാം. അല്ല, എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം. രാവിലെ തന്നെ എല്ലാവരും വൈവേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. നമുക്ക് ഇവിടെ ക്യാമ്പ് നടത്തുക. ഇവിടെയൊക്കെ പിള്ളേരുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുക. ക്യാമ്പായിരുന്നു. ഞങ്ങൾക്കും NCCയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റൂമിലാണ് ഞാൻ കിടന്നിരുന്നത്. അതൊക്കെ വലിയൊരു ട്രോമയാണ് എനിക്ക്. ട്രോമ. അവനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, അവനോട് എന്തൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് തന്നെ ഞങ്ങളോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഭയങ്കര പ്രിപ്പറേഷനിലാണ്. ഞങ്ങൾക്ക് 9ാമത്തെ, ഇവർക്ക് 5ാമത്തെ, ഇവർക്ക് ആദ്യമായിരുന്നു. അതുകൊണ്ട് അവനോട് ചോദിച്ചത്. വെറുതെ അവിടെ ടെൻഷൻ അടിച്ചിരുന്നു പഠിത്തോ. വേറൊരു ബ്ലോഗറാട്ടോ ഞങ്ങളുടെ ക്ലാസ്സിലെ. ഫൈനലി ഞങ്ങളുടെ വൈവ കഴിഞ്ഞിരിക്കുകയാണ്. അവളൊന്നും പറഞ്ഞില്ല വൈവയിൽ. എല്ലാവരോടും ആ പ്രൊജക്ടിനെ പറ്റി എന്നോട് ഇവളോട് മാത്രം യൂണിക് ആയിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ കഴിക്കാൻ വേണ്ടി പോവാൻ എനിക്ക് അത്ര വിശപ്പ് വീണിട്ടില്ല. പക്ഷെ പിള്ളേർക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പോയിരിക്കുകയാണ്. ഇവര് എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാനല്ലേ കൊതി പൂണ്ടിരിക്കണേ. ഞാൻ എന്താക്കി, ഞാൻ ഇത് വാങ്ങിച്ചു. ഇവരൊക്കെ ഇനി കൊതി പൂണ്ടിരിക്കട്ടെ. ഞാൻ കഴിക്കുമ്പോഴേ കഴിച്ച് ഇവളിത് നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ ഡോറ മാതിരി തന്നെ വന്നിരിക്കണം. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവര് മൂങ്ങാ കുത്തിയിരിക്കുകയാണ്. കഴിച്ച് ഇവിടാണ് ഞാൻ വന്നിരിക്കണേ, കൊട്ടാരത്തിൽ. ചേച്ചിന്റെ ഫാനല്ലേ അല്ലേ ചേച്ചി? ഇവനില്ലേ, ഇവൻ ഏത് സമയം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് എല്ലാവർക്കും ഇതൊക്കെ കഴിയുമ്പോ ഭയങ്കര വിഷമമാണ്. പക്ഷെ എനിക്ക് വിഷമമില്ല. എന്നെ ഭയങ്കര മിസ് ചെയ്യുന്നതാ. അമ്പലപ്പുഴ ഉണ്ണി ചെരുപ്പ് പോയിരിക്കുകയാണ്. വീട്ടിൽ പോയി കല്യാണം ആലോചിക്കണമെങ്കിൽ ഇതാണ്ട് ഇവന്റെ അഡ്രസ് ഇടുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് പിള്ളേര് NCC ക്യാമ്പിന്. കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ്ട് നിങ്ങളുടെ സ്കൂൾ ബസ് ഞങ്ങളുടെ കോളേജിലുണ്ട് കേട്ടാ. അങ്ങനെയൊക്കെ ചായ കുടിക്കാൻ പോകുന്നവരാ. ഇനി യൂണിഫോം ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം കഴിഞ്ഞു. ചിത്തവർ മാനേജർ അച്ഛൻ.